നമസ്കാരം. നെന്മാറയിൽ സുധാകരനെയും സുധാകരൻ്റെ അമ്മയെയും വെട്ടിക്കൊന്ന ചെന്താമരാക്ഷൻ ഇപ്പോൾ കൂടരഞ്ഞിയിലുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെ തുടർന്ന് പോലീസ് ശക്തമായ രൂപത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു കോറിയിൽ ചെന്താമരാക്ഷൻ വർക്ക് ചെയ്തിരുന്നു. അവിടെ ആ കോറിയുടെ അവിടുത്തെ സെക്യൂരിറ്റി ഇന്ന് പത്രക്കാരോട് പറഞ്ഞ കാര്യം, അദ്ദേഹം നേരത്തെ തന്നെ 2 പേരെ കൊല്ലാനുണ്ട്, ബാക്കി ഒരാളെ കൊന്നിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. മാത്രമല്ല, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഫോൺ ഈ സെക്യൂരിറ്റിക്കാണ് കൊടുത്തിരുന്നത്. ആ സന്ദർഭത്തിൽ സെക്യൂരിറ്റി പറഞ്ഞ വാചകങ്ങൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കാം. എനിക്ക് ആ ഫോൺ അയാൾ പോകുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്ക് വെച്ചോ എന്ന് പറഞ്ഞ് തന്നിട്ട് പോയതാണ്. അല്ലാതെ എനിക്ക് അയാൾ കൊലപാതകമാണ് എന്താണെന്ന് എനിക്കറിയില്ല. അതായത് ഇപ്പോൾ ഓണായി എന്ന് പോലീസ് പറയുന്ന ഫോണ് നിങ്ങളുടെ കൈവശമാണ്? എൻ്റെ ഉള്ളത് അയാൾ തന്ന ഒന്ന് വെറും ഫോണാണ്. സിമ്മുള്ളത് അത് എൻ്റെ സ്വന്തം സിമ്മാണ്, എൻ്റെ പേർക്കുള്ള സിമ്മാണ്. അല്ലാതെ വേറെ ഒന്നും എൻ്റെ അയാളുടെ ഒരു കാര്യം നമുക്കറിയില്ല. അല്ലാതെ പോയി കോറിയുള്ള ബന്ധങ്ങൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ. നമ്മൾ ഡ്യൂട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും, പറയും. അതിലെ ബന്ധങ്ങളല്ലാതെ വേറെ ഒന്നും എനിക്ക് അയാളെ കുറിച്ച് അറിയില്ല. ഇപ്പോൾ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ? വാർത്തകൾ കാണുമല്ലോ. ചിലപ്പോൾ ഇത്രയും മുമ്പ് എന്നെ പേട്ടിയെടുത്ത ആവശ്യക്ക് എല്ലാവരും കാണണമല്ലോ. ഇതാണ് സംഭവം. അല്ലാതെ എനിക്ക് അയാൾ മറ്റ് കടന്നകാല ബന്ധങ്ങളൊന്നുമില്ല. ഈ കോറിയുള്ള ബന്ധമാണ്. ഞാൻ വരുമ്പോൾ അയാൾ ഇവിടെ ഡ്യൂട്ടിയിലുണ്ട്. അങ്ങനെ പരിചയമുള്ള ബന്ധം തന്നെ. അല്ലാതെ എനിക്ക് അയാൾ യാതൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. പോകുന്ന സമയത്ത് താങ്കൾക്ക് മണികണ്ഠൻ ചേട്ടന് ഫോൺ തരാൻ എന്താ കാരണം? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 2 പോസ്റ്റിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു 6 മാസം പരിചയപ്പെട്ട അയാൾ പെട്ടെന്ന് പണി നിർത്തി പോകുമ്പോൾ ഒരു സൗഹൃദ ബന്ധത്തിൽ ആൾ തന്നു, ഞാനത് മേടിച്ചു, അത്ര തന്നെ. അല്ലാതെ വേറൊന്നുമില്ല. ഇവിടെ ജോലി ചെയ്യുന്ന സമയത്തുള്ള സ്വഭാവവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സ്വഭാവം പറഞ്ഞാൽ ഇപ്പോൾ അയാളുടെ സ്വഭാവം പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം ക്യാരക്ടറാണ്. അതൊന്നും നമുക്കറിയില്ല. ഒന്ന് പറഞ്ഞ രണ്ടിനെ അയാൾ ഒരു കൊട്ടേഷൻ ടീമിനെ പോലെ അയാൾ സംസാരം. അതുകൊണ്ട് അധികം സൗഹൃദങ്ങൾ ഞാൻ വയ്ക്കില്ല. ഞാൻ ഇങ്ങനെ ഇവിടുന്ന് വണ്ടി അങ്ങോട്ട് കിടക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഞാൻ നിൽക്കുകയാണെങ്കിൽ ഇയാൾ ഇവിടെ തന്നെ എനിക്ക് വിളിച്ച് പറയും, ഇന്ന നമ്പർ ഇത്ര നമ്പർ വണ്ടി വരുന്നുണ്ട് എന്ന് ഓഫീസിൽ വിളിച്ച് പറയാം. അപ്പോൾ ഞങ്ങൾ വിളിച്ച് പറയും. അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് അല്ലാതെ വേറെ ഒന്നുമില്ല. ഇങ്ങനെ കൊലക്കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ആളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായോ? അത് അയാൾ ഇവിടെ വന്ന ശേഷം എന്നോട് പറഞ്ഞത്, ഒരു ദിവസം ഞങ്ങളങ്ങനെ ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാനിങ്ങനെ ഒരു കേസിൽ പെട്ട് അങ്ങനെ ജയിലിൽ കിടന്നിട്ട് വന്നാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ കാരണം ചോദിച്ചപ്പോൾ ഇങ്ങനെ ചെറിയൊരു എൻ്റെ വളർച്ചനെ താത്താൻ വേണ്ടി ഇങ്ങനെ ഒരാൾക്കാർ ചെയ്തു, തൊട്ട വീട്ടുകാർ ചെയ്തു. അപ്പോൾ അതിനെയാണ് ഒരാളിനെ ഞാൻ തട്ടിയത്. ഇനി 2 കൂടി ഉണ്ട്, അതിനും കൂടി ഞാൻ പൂസിയിട്ട് മരിക്കുള്ളത് വേണ്ട പുള്ളി ഇവിടെ നിന്ന് പോയത്. 2 പേരെ കൊലപ്പെടുത്തുന്നു പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ അയാളെ കുറിച്ച് നമുക്ക് ഈ യൂട്യൂബിൽ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് സത്യാവസ്ഥ. അല്ലാതെ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് കുറിച്ചൊന്നും എനിക്കറിയില്ല. അല്ല, ഇവിടുന്ന് പോകുമ്പോൾ തന്നെ 2 പേരെ കൊല്ലണം എന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നു. എന്നിട്ടാണ് അയാൾ ഇവിടുന്ന് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാ വയസ്സായ കാലത്ത് നിങ്ങൾ ഒന്നിനെ കൈവത്തം ചെയ്തില്ലേ, ഇനി അതോടെ വിടിയും എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ലടാ, എൻ്റെ കുടുംബം തകർത്ത് തന്നെ ഞാൻ 2 കൂടി ഉണ്ട്, അതിനും കൂടി ഞാൻ തകർക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ മരിക്കുള്ളൂ പറഞ്ഞിട്ട് അവിടെ പോയത്. അതും ആൾ ആവശ്യത്തിയായിട്ട് പോയത് ഇവിടുന്ന്. സുഖമില്ലാതെ ആൾ ഒരാഴ്ചയായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല. ഇവിടെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലും തിരുവമ്പാടിയിലും ഒക്കെ കാണിച്ചു. അതിൻ്റെ എല്ലാം ഭേദം കൊണ്ടാണ് അയാൾ പോയത് ഇവിടുന്ന്. അത്രമാത്രമേ നമുക്കറിയുള്ളൂ. പിന്നീട് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സംഭവം അറിയാം. ഇവിടുന്ന് പോയിട്ട് 1 മാസമായില്ലടാ. എന്നാ ഇവിടുന്ന് പോയിട്ടാ ഡിസംബർ 2 മാസമാവും. പോയതിന് ശേഷം ഇങ്ങോട്ട് വന്നിരുന്നോ? വന്നിട്ടില്ല. പിന്നെ വന്നിട്ടൊന്നുമില്ല. പിന്നെ അയാൾ മറ്റു യാതൊരു വിവരവും നമുക്കില്ല. അത്ര അതിനുള്ളൂ. ഏതായാലും ഫോൺ ഓണായി എന്ന് പറയുന്നത് നിങ്ങളുടെ കൈവശം തന്ന ഫോണാണ്, ഏൽപ്പിച്ച അല്ലെങ്കിൽ തന്ന ഫോണല്ലേ? അതെനിക്കറിയില്ല ടോളി. നമ്മളെ തന്ന ഫോൺ ഓൺ ചെയ്തതൊന്നും അത് നമുക്കറിയില്ലല്ലോ എങ്ങനെ ഓണായത്. അത് എൻ്റെ സിമ്മാണ്. ഞാനതിന് എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ അങ്ങനെ വിളിക്കുന്നതല്ലാതെ വേറെ ഒന്നുമില്ല. ഫോൺ പിന്നെ ഓഫ് ചെയ്തോ നിങ്ങൾ? ഞാൻ ഓഫ് ചെയ്യുന്ന കാര്യം എൻ്റെ സിമ്മല്ലേ അത്. ഞാനത് ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. പോലീസ് വന്ന ഇപ്പം നിങ്ങളോട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചു? എൻ്റെ അടുത്ത് ഇതന്നെ ചോദിച്ചത്, എങ്ങനെ മണികണ്ഠ എങ്ങനെ ഇയാളെ പരിചയം ചോദിച്ചു. അപ്പോൾ ഞാൻ മാതാ കോറിയിൽ ഞാൻ ജോലിക്ക് വന്ന ശേഷം അങ്ങനെ പരിചയപ്പെട്ട ബന്ധം തന്നെ ഉള്ളൂ സാർ, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. പോലീസ് ഇപ്പോൾ ഏതായാലും കോറിയിൽ അകത്തൊക്കെ ആയിട്ട് പരിശോധന നടത്തുകയാണല്ലോ. അവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് ഈ ചെന്താമര പരിചയത്തിലുള്ള ആളായിരുന്നു പറഞ്ഞാൽ അയാൾ ഇവിടെ വന്നിട്ട് 1 വർഷമായില്ലേ. അപ്പോൾ അയാൾക്ക് ഇവിടെ വരുന്ന സുമാറുള്ളവരൊക്കെ ഡ്രൈവർമാരൊക്കെ അറിയാം. അപ്പം ഞാൻ ആ രീതിയിലുള്ള ഇവിടെ എങ്ങനെയും വരാൻ സാധ്യതയുണ്ട് കൊണ്ട് അവർ തിരയാണ് പരിശോധന നടത്തണ്ടേ, അല്ല വേറെ ഒന്നുമല്ല. അതായത് അദ്ദേഹം പറഞ്ഞത് 2 പേരെ കൊല്ലാനുണ്ട്, കൊന്നിട്ടേ ഞാൻ എൻ്റെ ജീവൻ ഒടുക്കൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്.
അവിടുത്തെ SHO, അതായത് നെന്മാറ SHO പോലീസ് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഹെഡിന് ഈ പറയുന്ന ചെന്താമരാശനെ അവിടെ താമസിക്കാൻ, നെന്മാറയിൽ കടക്കാൻ പാടില്ല എന്നുള്ള ഓർഡർ കൈവശമിരിക്കെ ഈ വീട് സുധാകരൻ്റെയും അതേപോലെ അദ്ദേഹത്തിൻ്റെ അമ്മയും താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് തൊട്ടടുത്ത് വന്ന് താമസിച്ചിട്ടും അത് തടയാനോ അത് കൃത്യമായി അവരെ സംരക്ഷണം നൽകാനോ യാതൊരു തരത്തിലും പ്രവർത്തനം നടത്തിയില്ല. മാത്രമല്ല, ഇതിന് മുമ്പേ പരാതി അവിടെ കൊടുത്തിരുന്നു. ആ പരാതികളൊക്കെ ചവറ്റുകൊട്ടയിൽ എറിയുകയാണ് ചെയ്തത് എന്നാണ് കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വളരെ ഗുരുതരമായ വീഴ്ച തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. മാത്രമല്ല, പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. മാത്രമല്ല, ചെന്താമരാശന് മുമ്പ് CPM ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി പുറത്തു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സംരക്ഷണമാണ് ചെന്താമരാശന് പോലീസ് കൊടുത്തത്. അവിടുത്തെ പോലീസ് CPMൻ്റെ പിന്തുണ ചെന്താമരാശൻ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്ത പുറത്തു വരികയാണ്. എന്തായാലും ചെന്താമരാശൻ ഇപ്പോൾ പാലക്കാട് നിന്ന് മുങ്ങി കൂടരഞ്ഞി ഭാഗത്തുണ്ട് എന്നുള്ള ഒരു വിശ്വാസയോഗ്യമായ നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അവിടെ കൂടരഞ്ഞി, തിരുവമ്പാടി മേഖലകളിൽ, കൂമ്പാറ മേഖലകളിൽ പോലീസ് ശക്തമായ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.